ഹലോ യൂട്യൂബ്. ഒരു പെൻഡ്രൈവിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതൊരു DVD ഡ്രൈവിൽ നിന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് ലാപ്ടോപ്പുകളിൽ DVD ഡ്രൈവ് ഇല്ല. സോ DVD ഡ്രൈവിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഒരു USB പെൻഡ്രൈവിൽ നിന്ന് നമുക്ക് വിൻഡോസ് 10 സ്വന്തമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളൊരു സർവീസ് സെൻറ്ററിലോ ഒരു ഷോപ്പിലോ പോയി ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനായിട്ട് നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 16 GB എങ്കിലും കപ്പാസിറ്റി ഉള്ള ഒരു പെൻഡ്രൈവ്, പിന്നെ വിൻഡോസ് 10 ഇമേജ്. അത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് റുഫൂസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് ഈ പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ 3 നിസ്സാരമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്യുന്ന പേജാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡൗൺലോഡ് ടൂൾ നൗ എന്ന ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെറിയ EXE ഫയലാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതുവഴി നമ്മൾ വിൻഡോസ് 10 നമ്മുടെ കമ്പ്യൂട്ടറുകളിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കും. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു വിൻഡോസിൻ്റെ ലോഗോ വന്നു. ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി. ഇതൊരു വിൻഡോസ് ഇൻസ്റ്റാളേഷൻ അല്ല, ഇത് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ലൈസൻസ് ടേംസ് ചോദിക്കുകയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. അപ്ഗ്രേഡ് ദിസ് PC നൗ, ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ. സോ നമുക്കിതിൽ സെക്കൻഡ് ഓപ്ഷനാണ്. ബിക്കോസ് നമ്മളൊരു വിൻഡോസ് ഡൗൺലോഡ് ചെയ്ത് ഒരു പെൻഡ്രൈവിലേക്ക് ബൂട്ടബിൾ ആക്കുകയാണ്. അപ്പോൾ ഈ PC നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, വേറൊരു PCയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ലാംഗ്വേജ്, എഡിഷൻ, ആർക്കിടെക്ചർ ഒക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആർക്കിടെക്ചർ 32 or 64 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ 64 ബിറ്റ് വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാറ്. സോ അവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ വരും നമുക്ക്, ചൂസ് വിച്ച് മീഡിയ ടു യൂസ് എന്ന്. ഇവിടെയും സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളിത് ഒരു വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഫയലായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. അതൊരു നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ സേവ് ചെയ്യുകയാണ്, അല്ലാണ്ട് ഒരു പെൻഡ്രൈവിലേക്ക് സേവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ബൂട്ടബിൾ ആക്കി പെൻഡ്രൈവിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ISO ഫയലാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് ചോദിക്കും. എവിടെയെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും സേവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെ അങ്ങ് സേവ് ചെയ്യുകയാണ്. windows.iso എന്നൊരു ഫയൽ നെയിം ഇവിടെ വരും, അത് സേവ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 3.5 GB സൈസ് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് ഇതൊരു കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. വിൻഡോസ് 10 നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നു. ഇനി സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് പോവുകയാണ്. ഇതിനായി റുഫൂസ് എന്നൊരു സോഫ്റ്റ്വെയർ നമുക്ക് വേണം. റുഫൂസ് എന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ വിൻഡോസ് ബൂട്ടബിളാക്കി പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ റുഫൂസിൻ്റെ URL
ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ റുഫൂസ് വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നമുക്ക് ഡൗൺലോഡ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ റുഫൂസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോ റുഫൂസിൻ്റെ ഡൗൺലോഡിങ് നടക്കുകയാണ്. അതൊരു ചെറിയ ഫയലാണ്, വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി കിട്ടും. ഓക്കെ, അപ്പോൾ റുഫൂസ് ഡൗൺലോഡിങ് കഴിഞ്ഞു. ഞാനത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റുഫൂസ് സോഫ്റ്റ്വെയർ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പെൻ ഡ്രൈവ് നമ്മുടെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 32 GB പെൻ ഡ്രൈവാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. 16 GB എങ്കിലും ഉള്ള ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിവിടെ കാണാനായിട്ട് പറ്റും. ഡിവൈസിൽ പെൻ ഡ്രൈവ് ലിസ്റ്റ് ചെയ്യും. അടുത്തതായിട്ട് ബൂട്ട് സെലക്ഷൻ എന്നുള്ള ഫീൽഡാണ്. ഇവിടെ ഡിസ്ക് ഓർ ISO ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് നമ്മൾ വിൻഡോസ് 10 നമ്മൾ ഡൗൺലോഡ് ചെയ്ത വിൻഡോസ് 10 സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന വിൻഡോസ് 10 നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇമേജ് ഓപ്ഷൻ എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരും. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റലേഷൻ കൊടുക്കുക. പിന്നെ പാർട്ടീഷൻ സ്കീം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ GPT അല്ലെങ്കിൽ MBR ഇങ്ങനെ 2 ഓപ്ഷൻസാണുള്ളത്. ഇത് നമ്മുടെ ഹാർഡ് ഡിസ്കിനെ എങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നു, എന്ത് ക്രൈറ്റീരിയ വെച്ച് പാർട്ടീഷൻ ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ദിസ് PCയിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാനേജ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അവിടെ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡിസ്ക് എല്ലാം ലിസ്റ്റ് ചെയ്യും. അതിൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഏതാണോ, ഇവിടെ എൻ്റെ ഹാർഡ് ഡിസ്ക് 0 ആണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർട്ടീസിലേക്ക് പോവുക. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ പ്രോപ്പർട്ടീസ് ഡയലോഗാണ് ഇവിടെ കാണുന്നത്. അതിൽ നമ്മൾ വോളിയൂംസ് എന്നൊരു ടാബുണ്ട്. ആ ടാബിലേക്ക് പോവുക. ഇവിടെ നമ്മുടെ പാർട്ടീഷൻ സ്റ്റൈൽ, നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് എന്ത് സ്റ്റൈലിലാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് കാണാൻ പറ്റും. സോ എൻ്റെത് GPT സ്റ്റൈലിലാണ്. GPT കുറച്ചുകൂടെ ലേറ്റസ്റ്റ് പാർട്ടീഷനിങ് ടെക്നോളജിയാണ്. MBR കുറച്ചുകൂടെ ഓൾഡാണ്. സോ GPT ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. GPT സെലക്ട് ചെയ്തു. ദെൻ നമുക്കിവിടെ ടാർഗറ്റ് സിസ്റ്റം എന്നൊരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അത് UEFI കൊടുക്കുക. UEFI ഒരു ബയോസിൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷനാണ്, ഒരു പുതിയ ടെക്നോളജിയാണ്. ഇപ്പോൾ ഉള്ള മെഷീൻസിലെല്ലാം UEFI ആണ് ഉണ്ടാവാറുള്ളത്. സോ ഇവിടെ UEFI തന്നെ കൊടുക്കുക. ഫയൽ സിസ്റ്റം FAT32 തന്നെ കൊടുക്കുക. ഇവിടെ ഒന്നും വേറെ ചേഞ്ചസ് വേണ്ട. ക്ലസ്റ്റർ സൈസ് ഒക്കെ ഡീഫോൾട്ടായിട്ട് തന്നെ കൊടുക്കുക. നോ ചേഞ്ചസ്. സ്റ്റാർട്ട് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പെൻ ഡ്രൈവിലേക്ക് ഈ വിൻഡോസ് 10 ബൂട്ടബിൾ ആയിട്ട് കോപ്പി ചെയ്യുന്നതായിരിക്കും. ഒരു വാർണിംഗ് വരും, ഡേറ്റാസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യും, പെൻ ഡ്രൈവിലെ ഡേറ്റാസ് എല്ലാം ക്ലിയർ ആവും എന്നുള്ളതാണ്. ഓക്കെ കൊടുക്കുക. ഇത് ഓൾമോസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോസ് 10 ബൂട്ടബിൾ USB
ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റെഡി എന്നൊരു സ്റ്റാറ്റസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിന് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ നമുക്ക് ഒരു മെഷീൻ പുതിയ ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഈ കറണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനിലാണ് ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മൾ USB പോർട്ടിലേക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബയോസിൽ കയറണം. ബൂട്ട് ഓപ്ഷൻസ് നമ്മൾ മാറ്റി പെൻഡ്രൈവിലേക്ക് കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. പുതിയൊരു മെഷീനിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ അതിലും ഇതുപോലെ തന്നെ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുക ആണ് വേണ്ടത്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബയോസിലേക്ക് കയറുക. അവിടുന്ന് നമ്മൾ ബൂട്ട് ഓപ്ഷൻ മാറ്റി കൊടുക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് ഞാൻ ബൂട്ടബിൾ ആക്കിയ എൻ്റെ പെൻഡ്രൈവ്. ഇത് ഞാൻ USB പോർട്ടിലേക്ക് പ്ലഗ് ചെയ്യുകയാണ്. ഇനി എൻ്റെ ലാപ്ടോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. F10 കീ പ്രസ് ചെയ്യുക. ബയോസിലേക്ക് കയറാനുള്ള ഷോർട്ട് കട്ടാണ്. ചില ലാപ്ടോപ്പുകളിൽ അത് F2 ആണ്. സോ ഇതിൽ F10 ആണ്. ഞാൻ F10 പ്രസ് ചെയ്ത് ബയോസിനകത്ത് കയറി. ഇതിൽ ഡിഫറെൻറ്റ് ടാബ്സ് ഉണ്ട്. നമുക്ക് സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന ടാബിലേക്കാണ് പോകേണ്ടത്. എവിടെയാണോ ബൂട്ട് ഓപ്ഷൻസ് ഉള്ളത് ആ ഒരു ടാബിലേക്കാണ് പോകേണ്ടത്. സോ സിസ്റ്റം കോൺഫിഗറേഷനിലാണ് എനിക്ക് ബൂട്ട് ഓപ്ഷൻസ് വരുന്നത്. അതുകൊണ്ട് അവിടേക്ക് പോയി ആ ബൂട്ട് ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു സബ് മെനുവിലേക്ക് വരികയാണ്. അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബൂട്ട് ഡിവൈസസും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് ഇപ്പോൾ പ്ലഗ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പെൻഡ്രൈവ് അതിൽ കാണിക്കും. സോ നമുക്ക് എന്തൊക്കെയാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ അവിടെ എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു UEFI ബൂട്ട് ഓർഡർ എന്നൊരു സെക്ഷൻ കാണാം. നമ്മൾ ചെയ്ത പെൻഡ്രൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് UEFI ആയതുകൊണ്ട് തന്നെ നമ്മൾ UEFI ബൂട്ട് ഓർഡറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് താഴെ തന്നെ ലെഗസി ബൂട്ട് ഓർഡർ കാണാം. അത് ഓൾഡ് ബയോസിൻ്റെ സപ്പോർട്ടാണ്. സോ നമുക്ക് UEFIയിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ USB സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ OS ബൂട്ട് മാനേജറാണ്. ഇനി നമുക്ക് USB ഫസ്റ്റ് ഓപ്ഷനിലേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് F6 പ്രസ് ചെയ്യുക. നമ്മുടെ ആ സ്ക്രീനിൻ്റെ ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം F5 S6 ചേഞ്ച് വാല്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ F6 ആണ് ഇത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ USB ഫസ്റ്റ് പാർട്ടായി. ഇനി F10 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബയോസ് സെറ്റിംഗ്സ് ചേഞ്ച് ആവും. എന്നിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. സോ സിസ്റ്റം റീസ്റ്റാർട്ടായി. ഇപ്പോൾ ഹാർഡ് ഡിസ്കിന് പകരം പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ബൂട്ടബിൾ ആക്കിയത് കൊണ്ട് തന്നെ ആ OS ഇവിടെ എടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ ഇൻസ്റ്റോൾ സ്ക്രീൻ വന്നു. ഇവിടുന്ന് ഇൻസ്റ്റോൾ ചെയ്യുക. സോ നമുക്ക് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റോൾ നൗ ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് ഈസ് സ്റ്റാർട്ടിംഗ്. അക്സെപ്റ്റ് ലൈസൻസ് ടേംസ് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് വരികയാണ്. അപ്ഗ്രേഡ് പിന്നെ ഒന്ന് കസ്റ്റം. സോ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിൻഡോസ് അപ്ഗ്രേഡ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ വിൻഡോസ് 8 ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൽ എങ്കിൽ അത് 10ലേക്ക് അപ്ഗ്രേഡ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ ഒരു കസ്റ്റമാണ് വേണ്ടത്. ബിക്കോസ് നമുക്ക് ഡ്രൈവ് അലോക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് കസ്റ്റം സെലക്ട് ചെയ്യുക. കസ്റ്റം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് ഇവിടെ കാണുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ ഒരു 500 GB ഹാർഡ് ഡിസ്ക് ആണുള്ളത്. അത് അൺഅലോക്കേറ്റഡ് എന്ന് കാണിച്ചിരിക്കുകയാണ്. അതായത് അലോക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്യുവർ ഹാർഡ് ഡിസ്ക് ആണ്. അതിൽ വേറെ പാർട്ടീഷനോ ഒന്നും ഇല്ല. അതായത് നമ്മൾ സാധാരണ ഹാർഡ് ഡിസ്കുകൾ കാണുന്നത് പോലെ C ഡ്രൈവ് D ഡ്രൈവ് അങ്ങനെയൊന്നും പാർട്ടീഷൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഫ്രഷ് ഹാർഡ് ഡിസ്ക് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൽ കാണാൻ കഴിയുക. ഒരു അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ടായിരിക്കും ഹാർഡ് ഡിസ്കിനെ കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അലോക്കേഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഞാൻ
ആദ്യം തന്നെ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ടോട്ടൽ 500 GB ആണുള്ളത്. ഞാനൊരു 3 പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് CDE ഇങ്ങനെ 3 ഡ്രൈവ്സ് ക്രിയേറ്റ് ആവും. ഓൾമോസ്റ്റ് ഒരു 150 GB വെച്ചിട്ടുള്ള 3 ഡ്രൈവ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സൈസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാർട്ടീഷൻ എത്ര സൈസ് വേണം എന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു 160 GB ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 160 വരും. 150. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 155 GB ഉള്ള ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സിസ്റ്റം റിസർവ്ഡ് ആയിട്ടുള്ള ഒരു 500 MB, അത് നമ്മുടെ ഈ പാർട്ടീഷൻ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്യുന്നതിനും മറ്റ് ഇൻഫർമേഷൻ സേവ് ചെയ്ത് വെക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സിസ്റ്റം തന്നെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണത്. അൺഅലോക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇനി 353 GB ഉണ്ട്. അതും നമ്മൾ പാർട്ടീഷൻ ആക്കുക. സോ ഞാനൊരു ന്യൂ പാർട്ടീഷൻ പിന്നെയും ചെയ്തു. വീണ്ടും ഒരു 155 GB തന്നെ കൊടുക്കുകയാണ്. സോ ഇത് MBയിലാണ് ഇവിടുത്തെ കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെയും ഒരു 156 GB പാർട്ടീഷൻ ക്രിയേറ്റ് ആയി. ഇനി ലാസ്റ്റ് ഒരു അൺഅലോക്കേറ്റഡ് സ്പേസ് കൂടിയുണ്ട്. അതൊരു 187 GB റിമൈനിങ് ആണ്. അതും ഒരു ന്യൂ കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഞാൻ ഒറ്റ ഡ്രൈവ് ആകുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ 500 GB ഹാർഡ് ഡ്രൈവിനെ ഞാൻ 3 പാർട്ടീഷനാക്കി. ഒരു 155 GB, ഒരു 156 GB, ഒരു 187 GB. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുത്ത് ഇഷ്ടമുള്ള നമ്പർ ഓഫ് പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 500 GB മൊത്തത്തിൽ ഒരു ഡ്രൈവായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് 2 ഡ്രൈവ് ആക്കാം. 250 വെച്ചിട്ടുള്ള 2 ഡ്രൈവ് ആക്കാം. സോ ഇറ്റ്സ് അപ് ടു യു. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഓക്കെ, ഇനി നിങ്ങളത് ചെയ്തിട്ട് പാർട്ടീഷൻ ഒന്ന് മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ വൺസ് ഇപ്പോൾ പാർട്ടീഷൻസ് എല്ലാം ക്രിയേറ്റ് ആയ സ്ഥിതിക്ക് ഞാനിനി ഒരു പാർട്ടീഷനിലേക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അത് നമ്മുടെ C ഡ്രൈവായി മാറും. ഇവിടെ ഞാൻ 155 GB ഉള്ള ഈ ഒരു പർട്ടിക്കുലർ പാർട്ടീഷനിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. സോ അത് ഞാൻ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോപ്പിയിങ് വിൻഡോസ് ഫയൽസ് എന്ന് കാണിക്കുകയാണ്. നമ്മുടെ ആ പെൻ ഡ്രൈവിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ഫസ്റ്റ് വിൻഡോസ് കോപ്പി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഓൾ പ്രോസസ് ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആവുന്നിടം വരെ ഒരു 15 മിനിറ്റ്സ് എടുക്കാറുണ്ട്. പെൻ ഡ്രൈവിൽ നിന്നായതുകൊണ്ടാണ് ഇത് ഇത്രയും 15 മിനിറ്റ്സിൽ ഫിനിഷ് ആവുന്നത്. സോ ഇവിടെ 5 സ്റ്റെപ്സാണ് കാണിക്കുന്നത്. അതിൽ 5th സ്റ്റെപ്പാണ് ഫിനിഷിങ് അപ്പ്. ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി തന്നെ റീസ്റ്റാർട്ട് ആവുകയും ഇൻസ്റ്റലേഷനും സെറ്റപ്പും എല്ലാം ഫിനിഷ് ആവുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു വിൻഡോസ് 10 പെൻ ഡ്രൈവ് വഴി ബൂട്ടബിൾ ആക്കി നമ്മൾ ഫ്രഷ് ഇൻസ്റ്റലേഷൻ നടത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.